ഹായ് ഗൈസ്, നമുക്കിന്ന് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ നമ്മളൊരു ബൗളിലിട്ടിട്ട് അത് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിലേക്ക് പാൽ ഒഴിച്ചിട്ട് പാല് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറും പാലും ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് നേരത്തെ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനായുള്ള ഫ്രൂട്ട്സ്, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം. ഞാനിവിടെ ആപ്പിൾ എടുക്കുന്നുണ്ട്, മാതളം എടുക്കുന്നുണ്ട്, പിന്നെ മാങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള മിക്ക ഫ്രൂട്ട്സും ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാക്സിമം ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കസ്റ്റാർഡ് എല്ലാം ഫ്രൂട്ട്സിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് എന്നിട്ട് ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കസ്റ്റാർഡ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായല്ലോ, മിൽക്കിൽ കസ്റ്റാർഡ് പൗഡർ കലക്കി, അത് നമ്മൾ നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൂട്ട്സ്